കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന ദേശത്ത് ദാവീദ് എന്നൊരു ബാലനുണ്ടായിരുന്നു. അവൻ 8 സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു. അവൻ്റെ ജോലി അച്ഛൻ്റെ ആടുകളെ കാത്തു സൂക്ഷിക്കലായിരുന്നു. ദാവീദ് ആടുകളെ വളരെ സ്നേഹിച്ചു. പക്ഷേ ആടുകളെ സംരക്ഷിക്കൽ എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ഒരിക്കലൊരു സിംഹം ഒരാടിനെ പിടിക്കാൻ വന്നപ്പോൾ ദാവീദ് അതിനെ തുരത്തി ഓടിച്ചു. മറ്റൊരു ദിവസം ഒരു കരടി ആടുകളെ ആക്രമിക്കാൻ വന്നു. പക്ഷെ ദാവീദ് ഭയപ്പെട്ടില്ല. അവൻ ചങ്കൂറ്റത്തോടെ കരടിയെ തുരത്തി. ദാവീദിന് സംഗീതം ഇഷ്ടമായിരുന്നു. അവൻ വീണ വായിക്കുമ്പോൾ പക്ഷികൾ പോലും കേൾക്കാൻ വന്ന് നിൽക്കുമായിരുന്നു. ഒരു ദിവസം ശമൂവേൽ എന്ന പ്രവാചകൻ ദാവീദിന്റെ വീട്ടിലേക്ക് വന്നു. ദൈവം ശമൂവേലിനോട് ദാവീദ് ഇസ്രായേലിന്റെ ഭാവിയിലെ രാജാവാകുമെന്ന് പറഞ്ഞു. അതിനാൽ ശമൂവേൽ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അതേസമയം ഇസ്രായേല്യർക്കും ഫെലിസ്ത്യർക്കും തമ്മിൽ യുദ്ധമുണ്ടായി. ഫെലിസ്ത്യർക്ക് ഗോലിയാത്ത് എന്ന ഭീമൻ സൈനികനുണ്ടായിരുന്നു. അവൻ അതിഭയങ്കരനും ശക്തനുമായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും എന്നോട് പോരാടാൻ വരട്ടെ, ഗോലിയാത്ത് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഭയന്നു. ഒരു ദിവസം ദാവീദ് സൈന്യത്തിലേക്ക് ഭക്ഷണം എത്തിക്കാനായി പോയി. ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോരാടും, ദൈവം എന്നെ സംരക്ഷിക്കും. ഗോലിയാത്ത് മുന്നോട്ട് വന്നപ്പോൾ അവനൊരു കവിണയും 5 ചെറിയ കല്ലുകളും എടുത്തു. ഗോലിയാത്ത് മുന്നോട്ട് വന്നപ്പോൾ ദാവീദ് ഒരു കല്ലെറിഞ്ഞു. നേരെ ഗോലിയാത്തിന്റെ നെറ്റിയിൽ തറച്ചു. ഗോലിയാത്ത് താഴെ വീണു. ദാവീദ് വിജയിച്ചു. അവനൊരു ബാലനായിരുന്നു, പക്ഷെ വിശ്വാസവും ധൈര്യവും കൊണ്ട് മഹാനായി തീർന്നു. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.